This is Echoes of the Word, where the gospel is proclaimed for healing and hope. Let the word of God echo in your heart today. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുന്നൊരു വാചകം ലളിതമായി തോന്നാം. പക്ഷെ അതിനെ നമ്മുടെ ഉള്ളിൽ മുഴങ്ങാൻ അനുവദിച്ചാൽ അത് നമ്മെ അസ്വസ്ഥരാക്കും. മനുഷ്യനിൽ പുറത്തുനിന്ന് അകത്തു കടക്കുന്നതൊന്നും അവനെ അശുദ്ധനാക്കുന്നില്ല. മനുഷ്യനിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. യേശു സംസാരിക്കുന്നത് മതപരരായ ആളുകളോടാണ്. ശ്രദ്ധയോടെ കൈ കഴുകുന്നവർ, പാത്രങ്ങളും കപ്പുകളും ശുദ്ധമാണോ എന്ന് നോക്കുന്നവർ, നിയമങ്ങൾ അറിയുന്നവർ. അവരുടെ കൈകൾ ശുദ്ധമാണ്, പക്ഷേ ഹൃദയമല്ല. ചർമ്മത്തെ സ്പർശിക്കുന്നതിനെക്കുറിച്ച് അവർ വളരെ ജാഗ്രത പുലർത്തുന്നു, പക്ഷേ വായിൽ നിന്ന് പുറത്തുവരുന്ന വാക്കുകളെക്കുറിച്ച് അത്രയില്ല. വിരലിലെ പൊടിയെ അവർ പേടിക്കുന്നു, പക്ഷേ ശബ്ദത്തിലെ അവഹേളനത്തെയല്ല. കണ്ണിലെ വിധിയെഴുത്തിനെയല്ല, ഹൃദയത്തിലെ കടുപ്പത്തെയല്ല. ഇടവേള. ഇത് നമ്മൾ കഥകളിലും കാണുന്നു. മലയാളം സിനിമയായ നോർത്ത് 24 കാതമിൽ ഹരി എന്ന കഥാപാത്രം ശുചിത്വത്തിലും ക്രമത്തിലും അതിർത്തിയില്ലാത്ത താൽപ്പര്യമുള്ളവനാണ്. സാനിറ്റൈസർ, ടിഷ്യൂ എല്ലാം കൃത്യമായി. അവന്റെ വസ്ത്രങ്ങൾ വൃത്തിയുള്ളത്, കൈകൾ ശുദ്ധം, ജോലിമേശ പൂർണ്ണം. പക്ഷേ അവന്റെ ബന്ധങ്ങൾ അങ്ങനെയല്ല. സഹപ്രവർത്തകരോട് കടുപ്പം, സാധാരണ ആളുകളോട് അസഹിഷ്ണുത, സാധാരണ കരുണ പോലും കാണിക്കാൻ കഴിയാത്ത അവസ്ഥ. അവന്റെ യഥാർത്ഥ പ്രശ്നം പുറത്തെ അഴുക്കല്ല, അകത്തു വളരുന്ന കടുപ്പമാണ്. ഇടവേള. മറ്റൊരു സിനിമയും ഇതേ സത്യം നമ്മോട് പറയുന്നു. ആസ് ഗുഡ് ആസ് ഇറ്റ് ഗെറ്റ്സ് എന്ന ഇംഗ്ലീഷ് സിനിമയിൽ മാർവിൻ ഉദാൽ കൈകൾ വീണ്ടും വീണ്ടും കഴുകുന്നു. ഓരോ സോപ്പ് കഷ്ണവും ഒരിക്കൽ മാത്രം ഉപയോഗിച്ച് വലിച്ചെറിയുന്നു. നടപ്പാതയിലെ വിള്ളലുകൾ പോലും അവൻ ഒഴിവാക്കുന്നു. സ്പർശം ഒഴിവാക്കുന്നു. ആളുകളെ ഒഴിവാക്കുന്നു. അവന്റെ കൈകൾ ഭക്ഷണം വയ്ക്കാൻ പോലും ഉത്ര ശുദ്ധമാണ്. പക്ഷേ അവന്റെ വാക്കുകൾ അപമാനത്തോടെ നിറഞ്ഞതാണ്. മുൻവിധി, വേദനിപ്പിക്കുന്ന ഭാഷ, ശുദ്ധമായ കൈകൾ, അശുദ്ധമായ വാക്കുകൾ. 2 ജീവിതങ്ങൾ, 2 ഉപമകൾ. ഇടവേള. യേശു പറയുന്നു, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ കാഴ്ചയിൽ യഥാർത്ഥ അശുദ്ധി വിരലിലെ പൊടിയല്ല, ചർമ്മത്തിലെ രോഗാണുക്കളല്ല. അത് കോപമാണ്, അവഹേളനമാണ്, മുൻവിധിയാണ്, ഗോസിപ്പാണ്. വായിൽ കടക്കുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത്, വായിൽ നിന്ന് പുറത്തുവരുന്നതാണ്. യേശു ഇനിയും ആഴത്തിലേക്ക് പോകുന്നു. അവൻ പേരു പറയുന്നു, എന്താണ് നമ്മെ അശുദ്ധനാക്കുന്നതെന്ന്. ദുഷ്ടചിന്തകൾ, ലോഭം, വഞ്ചന, അസൂയ, അപവാദം, അഹങ്കാരം. ഇതെല്ലാം ഉള്ളിൽ നിന്നാണ് വരുന്നത്. ബൈബിളിൽ ഹൃദയം വികാരങ്ങളുടെ കേന്ദ്രം മാത്രമല്ല, അത് ചിന്തകളുടെയും തീരുമാനങ്ങളുടെയും വാക്കുകളുടെയും ഉറവിടമാണ്. ഹൃദയത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നു, മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് പതിക്കുന്നു. ഉറവിടം വിഷമുള്ളതാണെങ്കിൽ വാക്കുകളും വിഷമായിരിക്കും. നമുക്കിതറിയാം. വാക്കുകൾ ഹൃദയങ്ങളെ തകർക്കും, ചിലപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ. അതുകൊണ്ടാണ് യേശു കൈ കഴുകലിൽക്കാൾ ഹൃദയം കഴുകുന്നതിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നത്. അവൻ ശുചിത്വത്തിനെതിരല്ല, അവൻ മുഖാഭരണങ്ങൾക്കെതിരാണ്. അവൻ നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നു, എന്നിൽ നിന്ന് എന്താണ് പുറത്തുവരുന്നത്? ഇന്നത്തെ സുവിശേഷം നമ്മെ ഒരു നിശ്ശബ്ദ പരിശോധനയ്ക്ക് വിളിക്കുന്നു. ഞാൻ വിമർശിക്കുമ്പോൾ എന്താണെന്നെ നയിക്കുന്നത്? ഞാൻ മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ എന്തുണ്ട്? ഞാൻ തിരുത്തുമ്പോൾ എന്റെ വാക്കുകൾ മുറിവേൽപ്പിക്കുകയാണോ സൗഖ്യം നൽകുകയാണോ? ഇടവേള. നമുക്ക് സ്വയം ഹൃദയം ശുദ്ധമാക്കാൻ കഴിയില്ല. പക്ഷേ രോഗം ചൂണ്ടിക്കാണിക്കുന്ന അതേ യേശുവാണ് ചികിത്സയും നൽകുന്നത്. അവൻ നമ്മെ അകത്തുനിന്ന് പുറത്തേക്ക് ശുദ്ധമാക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടും ചേർന്ന് മന്ദമായി. ഇന്ന് നമുക്ക് അപേക്ഷിക്കാം. ശുദ്ധമായ കൈകൾ മാത്രമല്ല, ശുദ്ധമായ ഹൃദയങ്ങളും ശുദ്ധമായ വാക്കുകളും ശുദ്ധമാക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ആചാരങ്ങൾക്കപ്പുറം നീ ഞങ്ങളുടെ ഹൃദയം കാണുന്നു. ഉള്ളിൽ നിന്ന് ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ വാക്കുകൾ ശുദ്ധമാക്കണമേ. മറഞ്ഞിരിക്കുന്ന മുൻവിധികൾ സൗഖ്യമാക്കണമേ. രണ്ടും ചേർന്ന് സൗമ്യമായി. ഞങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത് ജീവൻ നൽകുന്നതാവട്ടെ, അശുദ്ധിയാവരുത്. മറ്റുള്ളവർ നിന്റെ നന്മ ഞങ്ങളിലൂടെ അനുഭവിക്കട്ടെ. Amen. Thank you for praying with us through Echoes of the Word. May the Lord bless you and heal your heart. If this message helped you, share it with someone who needs His word today.